Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ, ഓറ ഓരോ വീട്. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ, പഴയങ്ങാടി. കോവിഡ് വാക്സിൻ ആദ്യ ഡോസ് എടുത്തവർ ഉറപ്പായും അടുത്ത ഡോസും എടുത്തിരിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ജില്ലയിൽ ജനുവരി 16-ന് ആദ്യഘട്ട വാക്സിനേഷൻ ആരംഭിക്കും. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. ബാലസൗഹൃദ കേരളം പദ്ധതിയിലൂടെ കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും തടയുവാനും കുട്ടികളുടെ ചുറ്റുപാടുകൾ ബാലസൗഹൃദമാക്കി മാറ്റാനുമുള്ള പദ്ധതിയാണ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നടത്തുന്ന ബാലസൗഹൃദ കേരളം പദ്ധതി പ്രവർത്തന ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നടന്നു. ആദ്യഘട്ട കുത്തിവയ്പ്പിനുള്ള കോവിഡ് വാക്സിൻ ജില്ലയിലെത്തി. 32,150 ഡോസ് കോവിഡ് ഷീൽഡ് വാക്സിനാണ് ജില്ലാ മരുന്ന് സംഭരണ വിതരണ കേന്ദ്രത്തിൽ എത്തിച്ചത്. ജനുവരി 16-ന് ആദ്യഘട്ട വാക്സിനേഷൻ ആരംഭിക്കും. റോഡ് പ്രവൃത്തിക്ക് ലോഡുമായി വരുമ്പോൾ പരിയാരം ശ്രീസ്തയിൽ പാർശ്വഭിത്തിയിടിഞ്ഞ് ടോറസ് ലോറി 15 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. പഴയങ്ങാടി പാലത്തിനു മുകളിലെ ഇരുമ്പ് കവചം വീണ്ടും പൊട്ടി. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. കൊടക്കാട്ടെ നാടൻ കലാഗ്രാമം എന്നത് സ്വപ്നം മാത്രം. സംസ്ഥാന സർക്കാരിന്റെ ഭരണകാലാവധി പൂർത്തിയാകാനിരിക്കെ കൊടക്കാട്ടെ നാടൻ കലാഗ്രാമം എന്ന പദ്ധതി എങ്ങുമെത്താതെ നിൽക്കുന്നു. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ ഗാന്ധി മ്യൂസിയം ജനുവരി 16-ന് നാടിന് സമർപ്പിക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സ്വകാര്യ ഭൂമിയിലെ കണ്ടൽ വനങ്ങൾ വില കൊടുത്തു വാങ്ങാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. കണ്ണൂർ ജില്ലയിലെ കണ്ടൽ വനങ്ങൾ ഏറ്റെടുക്കുന്നത് 2ാം ഘട്ടത്തിൽ. വെള്ളോറ എടോളി സ്വദേശിയായ CK മുരളീധരൻ മരത്തിന്റെ വേരുകളിൽ തീർക്കുന്ന ശില്പങ്ങൾ ശ്രദ്ധേയമാകുന്നു. അനധികൃത മണ്ണെടുപ്പിനെ തുടർന്ന് വീട് അപകട ഭീഷണിയിൽ. ചെറുപുഴ പാക്കഞ്ഞിക്കാട്ടെ കുത്തൂർ പ്രസാദിന്റെ വീടാണ് മണ്ണെടുപ്പിനെ തുടർന്ന് തകർച്ചാ ഭീഷണി നേരിടുന്നത്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നടത്തുന്ന ബാലസൗഹൃദ കേരളം പദ്ധതി പ്രവർത്തന ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നടന്നു. കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അവകാശങ്ങളും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനുവേണ്ടി നിരവധി പ്രവർത്തനങ്ങളാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. ഇത്തരത്തിൽ 1 കോടിയിലധികം വരുന്ന കേരളത്തിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുകയും ഒപ്പം കുട്ടികളുടെ സുരക്ഷിതത്വവും സുസ്ഥിതിയും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിന് മാത്രമല്ല മറിച്ച് രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തം കൂടിയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ബാലസൗഹൃദ കേരളം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ ആദ്യഘട്ട നടത്തിപ്പിനായി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയാണ് തെരഞ്ഞെടുത്തത്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും തടയുവാനും കുട്ടികൾ ജീവിക്കുന്ന വീട്, ചുറ്റുപാടുകൾ, വിദ്യാലയം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ബാലസൗഹൃദമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ബാലസൗഹൃദ കേരളം പദ്ധതിയിലൂടെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KV മനോജ് കുമാർ പറഞ്ഞു. നമ്മൾ പറയുന്നത് പോലെ കേട്ടങ്ങ് ജീവിച്ചാൽ പോലെ എന്നാണ് നമ്മുടെ പലപ്പോഴും പല രക്ഷിതാക്കളുടെയും ധാരണ. പക്ഷേ ആ ധാരണകൾ അടിസ്ഥാനരഹിതമാണ്. ഞാനത് കുറച്ച് ഉറപ്പിച്ചു പറയുന്നു. കുട്ടികളെ നാം അടിമകളായല്ല കാണേണ്ടത്. നമ്മുടെ സ്നേഹത്തിൻ്റെയും നമ്മുടെ സുഖത്തിൻ്റെയും ഒരു ഫലമായി ഭൂമിയിലേക്ക് വന്നിട്ടുള്ള കുട്ടികൾ നമ്മുടെ അടിമകളല്ല. അവർക്ക് മുതിർന്ന ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള
കഴിവ്, ചിലപ്പോൾ പ്രവർത്തിക്കാൻ ചിലപ്പോൾ അത്രയേറെ ഒരു ശക്തി, ശാരീരികമായ ശക്തി ഇല്ലെങ്കിലും ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ഒപ്പം തന്നെ നാം അവർക്ക് നൽകേണ്ടത് എന്ത് എന്നും കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവർ ഭൂമിയിലേക്ക് പറന്നു വീഴുമ്പോൾ അവരുടെ തലച്ചോറ് പൂർണ്ണമായും ബ്ലാങ്കാണ്. ഒരു വെള്ള പേപ്പർ പോലെ പൂർണ്ണമായും ബ്ലാങ്കായിട്ടാണ് അവർ ഭൂമിയിലേക്ക്. ആ കുട്ടികളിലേക്ക് പിന്നെ അറിവ് ഒക്കെ നിറക്കുന്നത് നമ്മൾ രക്ഷിതാക്കളാണ്. ഇത്തരത്തിൽ ബാലസൗഹൃദ കേരളം യാഥാർത്ഥ്യമാക്കുക, ബാലാവകാശ സാക്ഷരത ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, വാർഡ് തല ബോധവൽക്കരണവും ബാലസംരക്ഷണ സമിതിയുടെ ശാക്തീകരണവും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം ശ്യാമളാദേവി, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗം പി സി വിജയരാഘവൻ, പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ സിസിലി ജെയിംസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ നാരായണ നായിക്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് കുമാർ സി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ, വനിതാ ശിശുവികസന ഓഫീസർ ദേന ഭരതൻ, ശിശു സംരക്ഷണ ഓഫീസർ രജിഷ കെ വി, ശിശുക്ഷേമ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഴീക്കോടൻ ചന്ദ്രൻ, പി സുമേശൻ മാസ്റ്റർ, അമൽജിത്ത് തോമസ്, അജി കെ ആർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ബാലസൗഹൃദ കേരളം സമൂഹത്തിന്റെ ഉത്തരവാദിത്വം, വിദ്യാലയങ്ങൾ ശിശു സൗഹൃദമാക്കി മാറ്റേണ്ടതിന്റെ ആവശ്യകത, വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ പ്രാദേശിക ഭരണകൂടത്തിന്റെ പങ്ക്, ബാലസൗഹൃദം, തദ്ദേശ സ്വയംഭരണത്തിലേക്ക് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലാസുകളും നടന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. റോഡ് പ്രവൃത്തിക്ക് ലോഡുമായി വരുമ്പോൾ പാർശ്വഭിത്തി ഇടിഞ്ഞ് ടോറസ് ലോറി 15 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. പരിയാരം ശ്രീസ്ത റോഡിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. പരിയാരം ശ്രീസ്ത നെരുവമ്പറം റോഡ് പ്രവൃത്തിക്കായി ലോഡുമായി വന്ന ടോറസ് ലോറിയാണ് മറിഞ്ഞത്. പരിയാരത്ത് നിന്ന് ശ്രീസ്തയിലേക്ക് പോകുന്ന റോഡരികിലെ പാർശ്വഭിത്തി ഇടിഞ്ഞാണ് അപകടമുണ്ടായത്. റോഡരികു തകർന്ന ലോറി 15 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. റോഡ് പണിക്കായി ജില്ലുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചന്തപ്പുരയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജ് വഴി ശ്രീസ്ത നെരുവമ്പർ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ നവീകരണ പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റോഡിന്റെ പല പാർശ്വഭിത്തി ഭാഗങ്ങളും പഴക്കമുള്ളതിനാൽ ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. റോഡ് വീതി കൂട്ടി നവീകരിക്കുമ്പോൾ ഇതിന്റെ പാർശ്വഭിത്തിയുടെ ഉറപ്പുകൂടി അധികൃതർ പരിശോധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പഴയങ്ങാടി പാലത്തിനു മുകളിലെ ഇരുമ്പ് കവചം വീണ്ടും പൊട്ടി. ഇത് വാഹനങ്ങൾക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. KSTP പദ്ധതിയിൽ റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് താവം മേൽപ്പാലം പണിതത്. നിർമ്മാണ സമയത്ത് തന്നെ പാലത്തിന്റെ വളവും മറ്റും ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റുകൾക്കിടയിൽ സ്ഥാപിച്ച ഇരുമ്പ് കവചം പൊട്ടിയത് ഏറെ അപകട സാധ്യത ഉയർത്തുന്നു. നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. നിരവധി തവണ വെൽഡിംഗ് നടത്തിയെങ്കിലും ഇത് ശരിയായ രീതിയിലാക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. KSTPയുടെ ഈ റോഡ് വർക്ക്, പാലം, അതുപോലെ തന്നെ സംഗതികൾ, ഈ കാണുന്ന തൂണുകളിലൊന്നും ലൈറ്റ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈൻ പൊട്ടി വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഉടഞ്ഞു കഴിഞ്ഞാൽ അത് നന്നാക്കുന്ന പരിപാടികളൊന്നുമില്ല. പിന്നെ ഈ മേൽപ്പാലത്തിന് മേലെ കാണുന്ന ഒരുപാട് സംഭവങ്ങൾ അപ്പുറപ്പുറത്ത് നോക്കാനുണ്ടാവും. പോരാഞ്ഞിട്ട് ഒരു ആംഗ്ലറിൻ്റെ കിടപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഉത്തരവാദം എന്താണ്. അത് അത്രയും മോശമായ കിടപ്പ്. ഒരുപാട് ദിവസമായി ഇതിൻ്റെ ടയർ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംവിധാനമുണ്ട്. അധികൃതർക്ക് യാതൊരു നടപടിയും അതെടുക്കുന്നത് വെൽഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് കൂട്ടിക്കെട്ടിക്കൊണ്ടൊന്നും അത് കാര്യമില്ല. അതൊരു അപകടം വരുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. പൊട്ടിയ ഇരുമ്പ് കവചം പൂർണ്ണമായും മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആദ്യഘട്ട കുത്തിവയ്പ്പിനുള്ള കോവിഡ് വാക്സിൻ ജില്ലയിലെത്തി. 32,150 ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് ആരോഗ്യവകുപ്പിന്റെ വാഹനത്തിൽ പ്രത്യേക അകമ്പടിയോടെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിലുള്ള ജില്ലാ മരുന്ന് സംഭരണ വിതരണ കേന്ദ്രത്തിൽ എത്തിച്ചത്. ജനുവരി 16-ന് ആദ്യഘട്ട വാക്സിനേഷൻ ആരംഭിക്കും. 14,000 പേർക്ക് വാക്സിൻ നൽകുകയാണ് ലക്ഷ്യം. 2 ഡോസുകൾ വീതം നൽകാനുള്ള വാക്സിനാണ് എത്തിയത്. കോവിഡ് രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക.
സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന 10,563 സ്വകാര്യ മേഖലയിലെ 10,670 ആരോഗ്യ പ്രവർത്തകരടക്കം ആകെ 2,72,033 പേർ ഇതിനകം വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം 9 കേന്ദ്രങ്ങളിലായി 900 പേർക്ക് വാക്സിൻ നൽകും. കോവിഡ് രോഗലക്ഷണമുള്ളവരും കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരും വാക്സിനേഷന് ഹാജരാകേണ്ടതില്ല. കോവിഡ് നെഗറ്റീവായി 28 ദിവസത്തിനു ശേഷം മാത്രമേ അവർക്ക് കുത്തിവയ്പ് നൽകൂ. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 18 വയസ്സിൽ താഴെയുള്ളവർ, മുൻപ് ഏതെങ്കിലും കുത്തിവയ്പ് എടുത്തതിനാൽ അലർജി ഉണ്ടായിട്ടുള്ളവർ എന്നിവർക്ക് കുത്തിവയ്പ് നൽകില്ല. ആദ്യ ഡോസ് എടുത്തു കഴിഞ്ഞാലും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. ആദ്യ കുത്തിവയ്പ് കഴിഞ്ഞ് 28 ദിവസത്തിനു ശേഷമാണ് അടുത്ത ഡോസ് നൽകുക. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ ഗാന്ധി മ്യൂസിയം ജനുവരി 16-ന് നാടിന് സമർപ്പിക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 10 സെല്ലുകൾ, നടുമുറ്റം, 4 മുറികളുമടങ്ങുന്ന തടവറകളുടെ കഥ പറയുന്ന 110 വർഷം പഴക്കമുള്ള പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലാണ് 2.44 കോടി രൂപ ചെലവഴിച്ച് ഗാന്ധി സ്മൃതി മ്യൂസിയം തയ്യാറാക്കിയത്. ഗാന്ധിജിയുടെ ഓർമ്മകൾ തുടിക്കുന്ന വസ്തുക്കളും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പയ്യന്നൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച പുരാവസ്തുക്കളും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 16-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന ഗാന്ധി മ്യൂസിയം 16-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആധുനികമായ ദൃശ്യശ്രവ്യ ഉപകരണങ്ങളുടെ സഹായത്തോടെ സന്ദർശകർക്ക് ചരിത്രം അനുഭവവേദ്യമാകുന്ന തരത്തിൽ നോഡൽ ഏജൻസിയായ കേരളം ചരിത്ര പൈതൃക മ്യൂസിയമാണ് ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന്റെ സജ്ജീകരണം നടത്തിയത്. KP സദു, റോബിൻ ജോൺ, നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, P ജയൻ, പയ്യന്നൂർ കുഞ്ഞിരാമൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ മണ്ണിൽ വീണ്ടും ഒരു ചരിത്ര സ്മാരകം കൂടി യാഥാർത്ഥ്യമായി. രാഷ്ട്രപിതാവിന്റെ ഓർമ്മകൾ ഉണർത്തി സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ ഒരുക്കിയ ചരിത്ര മ്യൂസിയം ജനുവരി 16-ന് നാടിന് സമർപ്പിക്കും. സ്വാതന്ത്ര്യ സമരത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും സ്മൃതികൾ ഉറങ്ങുന്ന പയ്യന്നൂരിന്റെ മണ്ണിൽ ഗാന്ധിജിയുടെ പേരിൽ ഒരു മ്യൂസിയം ഒരുങ്ങിക്കഴിഞ്ഞു. പയ്യന്നൂരിന്റെ ചരിത്ര സംഭവങ്ങൾക്ക് നാഴികക്കല്ലായ പയ്യന്നൂരിലെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലാണ് മ്യൂസിയം ഒരുങ്ങിയിട്ടുള്ളത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ മുറ്റത്തെ ബ്രിട്ടീഷ് പതാക താഴ്ത്തി ദേശീയ പതാക ഉയർത്തിയത് ചരിത്രത്തിലെ ഒരു ഏടാണ്. ഉപ്പ് സത്യാഗ്രഹത്തിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും പങ്കെടുത്ത സമരസേനാനികൾക്ക് ഈ സ്റ്റേഷനിൽ വെച്ച് കൊടിയ മർദ്ദനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭരണനിർവഹണത്തിനുള്ള മുറികളും ലോക്കപ്പ് സെൽ, റെക്കോർഡ് മുറികൾ തുടങ്ങിയവയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യൂറോപ്യൻ ശൈലിയിലുള്ള ഒറ്റനില കെട്ടിടം പൊളിച്ചു നീക്കാൻ ശ്രമം നടന്നിരുന്നു. എന്നാൽ ചരിത്രകാരന്മാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലിനെ തുടർന്ന് സംരക്ഷിത സ്മാരകമായി നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഗാന്ധിജിയുടെ ഓർമ്മകൾ തുടിക്കുന്ന വസ്തുക്കളും പയ്യന്നൂരിലെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച പുരാവസ്തുക്കളുമായി ഒരുക്കിയ മ്യൂസിയം ജനുവരി 16-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന സർക്കാരിന്റെ ഭരണകാലാവധി പൂർത്തിയാകാനിരിക്കെ കൊടക്കാട്ടെ നാടൻ കലാഗ്രാമം എന്ന പദ്ധതി എങ്ങുമെത്താതെ നിൽക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇതിനായി 40 ലക്ഷം രൂപ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും വീണ്ടും ഒരു ബജറ്റ് പ്രഖ്യാപനം കൂടി വരാനിരിക്കെ കൊടക്കാട്ടെ നാടൻ കലാഗ്രാമം എന്ന സ്വപ്നം സഫലമാകാതെ കിടക്കുകയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ കൊടക്കാട് കളത്തേരയിൽ പ്രഖ്യാപിച്ച നാടൻ കലാഗ്രാമം എന്ന സ്വപ്നത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിരവധി കലകളുടെയും കലാകാരന്മാരുടെയും നാടായ കൊടക്കാട് എന്തുകൊണ്ടും അത് അർഹിക്കുകയും ചെയ്യുന്നു. നിലവിലുള്ള സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ 40 ലക്ഷം രൂപ
ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിരുന്നു. നീക്കിവെച്ചതല്ലാതെ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളൊന്നും നടന്നുമില്ല. റവന്യൂ അധികൃതരാകട്ടെ ഇതിനായി ഭൂമി പതിച്ചു കൊടുക്കുകയും ചെയ്തു. 7 ഏക്കറോളം ഉണ്ടായിരുന്ന ഭൂമി ഇപ്പോൾ ചുരുങ്ങി വരികയാണ്. ഇനിയും കുറച്ച് ഭൂമി കൂടി ബാക്കിയുണ്ട്. അതും കൂടി ഇല്ലാതാകുന്നതിന് മുൻപ് ഇവിടെ ഒരു കലാഗ്രാമം ഉയരുമോ എന്ന ആശങ്കയിലാണ് കൊടക്കാട് നിവാസികൾ. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. വെള്ളോറ യുവധാര ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തിവരുന്ന സൗജന്യ കായിക പരിശീലനം പുരോഗമിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് കായിക പരിശീലനം നൽകി വരുന്നത്. വിവിധങ്ങളായ കലാസാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വെള്ളോറ യുവധാര ക്ലബിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ കായിക പരിശീലനം നടത്തിവരുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 92ഓളം കുട്ടികളാണ് പരിശീലനത്തിലെത്തുന്നത്. ലിജോ വർഗീസ്, അരുൺ തുടങ്ങിയ കായികാധ്യാപകരും സൈനിക സേവനം നടത്തിവരുന്നവരും പരിശീലനത്തിന് സഹായം നൽകുന്നുണ്ട്. നാട്ടുകാരുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹായവും പരിശീലനത്തിൽ ലഭിക്കുന്നു. ഈ മൈതാനത്ത് നിന്നും പരിശീലനം നേടിയ നിരവധി പേർക്ക് സൈനിക സേവനത്തിൽ ജോലി നേടിയിട്ടുമുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഈ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുകയാണ്. ഇതിൻ്റെ സംഘാടകർ വെള്ളോറ യുവധാര ക്ലബ്ബാണ്. വിവിധങ്ങളായിട്ടുള്ള കലാ സാംസ്കാരിക അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്ന ഒരു ക്ലബ്ബാണ് യുവധാര വെള്ളോറ. അവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുഖ്യ കോച്ചായിട്ട് ലിജോ വർഗീസ് മാസ്റ്റർ, അതുപോലെ തന്നെ അരുൺ മാസ്റ്റർ, അങ്ങനെയുള്ള കായികാധ്യാപകന്മാരും അത് സൈനിക സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നവരുമെല്ലാം ഇതിനെ സഹായിക്കുന്നുണ്ട്. നാട്ടുകാരുടെയും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം സഹായം ഇതിന് ലഭ്യമാവുന്നുണ്ട്. രാവിലെ 6:30 ആരംഭിക്കുന്ന ഈ പരിപാടി ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ കുട്ടികൾ കുറയുന്നുണ്ടെങ്കിൽ ഏവറേജ് 40-50 കുട്ടികൾ, ചെറുപ്പക്കാർ, അത് പെൺകുട്ടികളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വെള്ളോറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം ചെറുപ്പക്കാർ ജോലി നേടിയ ഒരു സ്ഥലമാണ് വെള്ളോറ. പോലീസിലും അതുപോലെ തന്നെ സൈനിക സേവനത്തിലും നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ജോലി ലഭ്യമാവാൻ ഉപകാരപ്പെട്ട ഒരു സ്കൂളാണ്, ഗ്രൗണ്ടാണ് നമ്മുടെ വെള്ളോറ ഹൈസ്കൂളിൻ്റെത്. രാവിലെ 6 മണി മുതൽ 7:30 വരെയാണ് കായിക പരിശീലനം നടക്കുന്നത്. 1.5 മാസക്കാലത്തെ പരിശീലനമാണ് ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടികളടക്കം കായിക പരിശീലനം നേടിവരുന്നുണ്ട്. പരിശീലനത്തിനെത്തുന്നവർക്ക് എല്ലാ ദിവസവും പാലും മുട്ടയും നൽകുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. സ്വകാര്യ ഭൂമിയിലെ കണ്ടൽ വനങ്ങൾ വില കൊടുത്തു വാങ്ങാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. കൊല്ലം, തൃശൂർ ജില്ലകളിൽ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള കണ്ടൽക്കാടുകളാണ് ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് ഏറ്റെടുക്കുന്നത്. 2ാം ഘട്ടത്തിൽ കണ്ണൂർ, മലപ്പുറം ജില്ലകളിലും കണ്ടൽ വനങ്ങൾ സർക്കാർ ഏറ്റെടുക്കും. പരിസ്ഥിതിലോല പ്രദേശങ്ങൾ സംബന്ധിച്ച ഉപദേശക സമിതിയുടെ ശുപാർശ പ്രകാരമാണ് വനംവകുപ്പിന്റെ നടപടി. 2003 പരിസ്ഥിതിലോല ഭൂമി നിയമപ്രകാരമാണിത്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ നിന്നാണ് ഇതിനുള്ള ഫണ്ട് ചെലവഴിക്കുന്നത്. വസ്തുടമകളുമായി ചർച്ച നടത്തി സമ്മതത്തോടെയായിരിക്കും ഭൂമി വില കൊടുത്ത് ഏറ്റെടുക്കുന്നതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇതിനായി പ്രത്യേക സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. അതാത് പ്രദേശത്തെ DFOയുടെ നേതൃത്വത്തിലാകും നടപടി. നിലവിൽ കണ്ടൽക്കാടുകൾ ഉൾപ്പെടുന്ന 1000 ഹെക്ടറോളം സ്വകാര്യ ഭൂമിയുണ്ട്. ഇതിൽ എത്രമാത്രം ഏറ്റെടുക്കാനാകുമെന്ന് പരിശോധിക്കുന്നുണ്ട്. കേരളത്തിൽ 700 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുണ്ടായിരുന്ന കണ്ടൽക്കാടുകളുടെ വിസ്തൃതി ഇപ്പോൾ 24 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയതായി വനം വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഇതിൽ പകുതിയോളം സ്വകാര്യ ഉടമസ്ഥതയിലാണ്. അവശേഷിക്കുന്ന കണ്ടലുകൾ ഏറ്റെടുത്ത് സംരക്ഷിക്കാനാണ് നീക്കം. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെയാകും പരിപാലിക്കുന്നത്. സംസ്ഥാനത്തെ കണ്ടൽക്കാടുകളിൽ 40%-ലേറെയും കണ്ണൂർ ജില്ലയിലാണ്. 18 ഇനം ശുദ്ധ കണ്ടലുകളും 54 തരം കണ്ടൽ സഹവർത്തികളുമുണ്ടെന്ന് കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്ന സ്ഥലമുടമകൾക്ക് ഏക്കറിന് 4000 രൂപ പ്രകാരം നൽകുന്ന പദ്ധതി സർക്കാർ നടപ്പാക്കിയിരുന്നു. കണ്ടൽക്കാടുകളുടെ വിസ്തൃതിയിൽ കണ്ണൂർ ജില്ല 1-ാമതും എറണാകുളവും കാസർഗോഡും യഥാക്രമം 2ഉം 3ഉം സ്ഥാനത്തുമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അനധികൃത മണ്ണെടുപ്പിനെ തുടർന്ന് വീട് അപകട ഭീഷണിയിൽ. ചെറുപുഴ പാക്കഞ്ഞിക്കാട്ടെ കുത്തൂർ പ്രസാദിന്റെ വീടാണ് മണ്ണെടുപ്പിനെ തുടർന്ന് തകർച്ചാ ഭീഷണി നേരിടുന്നത്. പ്രസാദിന്റെ വീടിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണിടിച്ചതോടെയാണ് വീട് അപകടാവസ്ഥയിലായത്.
അശാസ്ത്രീയമായി മണ്ണിടിക്കുന്നതിനെതിരെ പ്രസാദ് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് മണ്ണിടിക്കുന്നത് അധികൃതർ തടഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ മൺതിട്ടയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് വീണു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ദുരന്തം ഒഴിവായത്. മണ്ണിടിഞ്ഞ് വീണതോടെ അടുക്കളയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന വാതിൽ തുറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ശേഷിക്കുന്ന മൺതിട്ട ഇനി ഏതു സമയത്തും നിലംപതിക്കാവുന്ന അവസ്ഥയിലുമാണ്. ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീട്ടിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കുടുംബം താമസം തുടങ്ങിയത്. ഭാര്യയ്ക്കും അമ്മയ്ക്കും പുറമെ 3 പിഞ്ചുകുട്ടികളും അടങ്ങുന്നതാണ് പ്രസാദിന്റെ കുടുംബം. മൺതിട്ടയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണതോടെ കുട്ടികളെ വീടിന് പുറത്തു വിടാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെന്ന് പ്രസാദ് പറയുന്നു. മാറിയിട്ടേ മാറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് മാറണം എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞു. അയാൾ അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ മാറ്റിക്കോളാമെന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കി വില്ലേജിൽ പറഞ്ഞിട്ട് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് അയാൾ സമാധാനം പറഞ്ഞു. അങ്ങനെ എന്നിട്ട് വില്ലേജിൽ പോയി പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച. കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവമാണിത്. ഇന്നിപ്പോൾ ബുധനാഴ്ച, ഒരാഴ്ചയായിട്ടും ആരും ഇതുവരെ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനിയെങ്കിലും അത് മാറ്റി തരുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു. മലയോര ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ കുന്നാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. ഈ മണ്ണ് ഇപ്പോൾ കൂട്ടിയിട്ട നിലയിലാണ്. ശക്തമായ മഴ പെയ്താൽ ഇത് റോഡിൽ ഒഴുകിയെത്താനും സാധ്യതയുണ്ട്. ഇതിനു പുറമെ സമീപത്തെ വീടുകൾക്കും മറ്റും ഭീഷണിയുമാണ്. നിയമങ്ങൾ ലംഘിച്ചാണ് കുന്നിടിച്ച് മണ്ണ് കടത്തിയതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് കുന്നിടിച്ച് വൻതോതിൽ മണ്ണ് കടത്തിയത്. മലയോര മേഖലയിൽ മണ്ണ് മാഫിയകളുടെ പ്രവർത്തനം ഇപ്പോൾ സജീവമാണ്. എന്നാൽ ഇത് തടയാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടാകുന്നുമില്ല. രാത്രിയും പകലും ഒരുപോലെ മണ്ണ് കടത്തുന്നുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഏറ്റവും അധികം മണ്ണ് കടത്തുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകടാവസ്ഥയിലായ പ്രസാദിന്റെ വീട് പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടറും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. വെള്ളോറ എടോളി സ്വദേശിയായ CK മുരളീധരൻ മരത്തിന്റെ വേരുകളിൽ തീർക്കുന്ന ശില്പങ്ങൾ ശ്രദ്ധേയമാകുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്ത ശില്പങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നാളിതുവരെയായും ഇത്തരത്തിലുള്ള ശില്പങ്ങൾ CK മുരളീധരൻ നിർമ്മിച്ചിട്ടില്ലെങ്കിലും മനസ്സിലെ കലയോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിൽ വെറുതെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഉപേക്ഷിച്ച മരങ്ങളുടെ വേരുകൾ ഉപയോഗിച്ച് ശില്പങ്ങൾ നിർമ്മിക്കണമെന്ന ആശയം ഉദിച്ചത്. പിന്നീട് കുപ്പിച്ചില്ലും കത്തിയും കോടാലയും ഉപയോഗിച്ച് ആഞ്ഞിലിയുടെയും പ്ലാവിന്റെയും മഹാഗണിയുടെയും മരത്തിന്റെ വേരുകൾ കണ്ടെത്തി തന്റെ മനസ്സിലുള്ള ആശയം കൊത്തിയെടുക്കുകയായിരുന്നു. വീട്ടുകാരുടെയും ഒപ്പം കൂട്ടുകാരുടെയും സഹായം കൂടി കിട്ടിയതോടെ മുരളീധരന്റെ ശില്പനിർമ്മാണം ഏറെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. സിംഹം, മയിൽ, ആന, മത്സ്യം, ദിനോസർ, മാൻ തുടങ്ങിയ ശില്പങ്ങൾ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. നിരവധി പേർ കൗതുകം കൊണ്ട് ശില്പം കാണാനെത്താറുണ്ടെങ്കിലും ഇതുവരെയായും ഒന്നും തന്നെ വിൽപ്പന നടത്തിയിട്ടില്ല. ഇനി മുതൽ വിൽപ്പന നടത്താനുള്ള ഉദ്ദേശം കൂടി മുരളീധരനുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് എനിക്ക് ഈ പണിയൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ തന്നെ ഒരു വേര് കിട്ടിയപ്പം ഒരു മനസ്സിലിങ്ങനെ ഒരു ഉദിച്ചു വന്ന കാര്യമായിരുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും ആക്കാമെന്നുള്ളത്, അങ്ങനെ ആക്കാൻ തുടങ്ങിയതാണ്. പിന്നെ കോവിഡ് സമയമായിരുന്നു. പിന്നെ കാലിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അന്നേരം കുപ്പിച്ചില്ലും ബാഗ് കത്തിയും കൊണ്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞൊരു കോടാലി കൊണ്ട് ഇങ്ങനെ ചെത്തി എല്ലാം കൂട്ടുകാരും നല്ലവണ്ണം സഹായിച്ചു. എല്ലാവരും വേര് കൊണ്ടുവന്ന് തരാനും എല്ലാം അങ്ങനെ തുടങ്ങിയായിരുന്നു. ഇപ്പം നല്ല ഒരു മനസ്സിലൊരു വലിയ ആഗ്രഹമുണ്ട് ഇനിയും കൊണ്ടുവന്നിട്ട് ആക്കണം എന്നുള്ളത്. എക്സ് മിലിറ്ററിക്കാരനാണ് മുരളീധരൻ. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുരളീധരന് ഇപ്പോൾ ഇത് വെറും നേരം പോക്ക് മാത്രമല്ല. വരും ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ ശില്പങ്ങൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തിലാണ് മുരളീധരനുള്ളത്. ഒപ്പം ഭാര്യ ലീലാമണിയും മകൻ അരുൺകുമാറും സുഹൃത്തുക്കളും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. ബ്യൂറോ, പിലാത്ര. സംസ്ഥാനത്ത് ഫെബ്രുവരി 1 മുതൽ മദ്യത്തിന് 7% വില വർദ്ധിക്കും. 40 രൂപ മുതൽ 150 രൂപ വരെയാണ് ലിറ്ററിന് വില കൂട്ടുക. ബിയറിനും വൈനിനും വില കൂട്ടില്ലെന്നും വിവരം. 2 ദിവസത്തിനകം സമ്മതപത്രം നൽകണമെന്നാവശ്യപ്പെട്ട് ബെവ്കോ വിതരണ കമ്പനികൾക്ക് കത്തയച്ചു.
എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അഥവാ സ്പിരിറ്റ് എന്ന മദ്യത്തിന്റെ അസംസ്കൃത വസ്തുവിന് വില വർദ്ധിച്ചതിനെ തുടർന്നാണ് മദ്യത്തിന് വില കൂട്ടണമെന്ന് വിതരണ കമ്പനികൾ ആവശ്യമുന്നയിച്ചത്. കമ്പനികൾ പോയ വർഷം തന്നെ പുതിയ ടെൻഡർ സമർപ്പിച്ചിരുന്നു. എന്നാൽ കോവിഡ് കണക്കിലെടുത്ത് തീരുമാനം നീട്ടിവെക്കുകയായിരുന്നു. പോയ വർഷത്തെ നിരക്കിൽ തന്നെ ബെവ്കോയ്ക്ക് വിതരണം ചെയ്യണം. ഈ വർഷം ടെൻഡർ നൽകിയ പുതിയ ബ്രാൻഡുകൾക്ക് വാഗ്ദാനം ചെയ്ത തുകയിൽ 5% കുറച്ചായിരിക്കും കരാർ നൽകുക. മദ്യത്തിന്റെ ചില്ലറ വിൽപ്പന 10ന്റെ ഗുണിതങ്ങളായി നിജപ്പെടുത്തുമെന്നും വിവരമുണ്ട്. നിലവിലുള്ള ബ്രാൻഡുകൾക്ക് സ്ട്രോങ്, പ്രീമിയം, ഡീലക്സ് എന്നീ പേരുകൾ ചേർത്ത് പുതിയ ടെൻഡർ നൽകിയിട്ടുണ്ട്. എന്നാൽ വില വർധന അനുവദിക്കില്ല. ബെവ്കോ തീരുമാനം വിതരണക്കാരെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യന്തം അപകടകരമാണെന്ന് KSTA കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TV ഗണേശൻ അഭിപ്രായപ്പെട്ടു. കരിവെള്ളൂരിൽ KSTA പയ്യന്നൂർ സബ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വിദ്യാഭ്യാസ നയം തള്ളിക്കളയുക എന്ന മുദ്രാവാക്യമുയർത്തി KSTA പയ്യന്നൂർ സബ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ ബസാറിൽ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുകയും തലപ്പത്തെത്തുന്ന വിഭാഗത്തിന്റെ ഉള്ളിൽ വിഷം നിറയ്ക്കുന്നതുമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KSTA കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TV ഗണേശൻ അഭിപ്രായപ്പെട്ടു. ഔദ്യോഗികമായിട്ടും നമ്മുടെ രാജ്യത്തിനകത്തുള്ള 3ാമത്തെ വിദ്യാഭ്യാസ നയം കേവലം 64 പേജുള്ള വിദ്യാഭ്യാസ നയം പ്രസിദ്ധീകരിച്ചിരിക്കുക. ഇന്ത്യക്കകത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് മുന്നിൽ, ജനപ്രതിനിധി സഭയ്ക്ക് മുന്നിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയോ സമഗ്രമായ ചർച്ചയ്ക്ക് വിധേയമാക്കുകയോ ചെയ്യാതെ തികച്ചും ഏകപക്ഷീയമായിട്ടാണ് ഈ റിപ്പോർട്ട് പ്രസ്തുതപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നാം കാണുമ്പോഴാണ് തികഞ്ഞ ജനാധിപത്യ വിരുദ്ധത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ചടങ്ങിൽ KR വിനോദ് അധ്യക്ഷത വഹിച്ചു. K ശശീന്ദ്രൻ, PV സുരേന്ദ്രൻ, K ഭരതൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പെരിങ്ങോം ഗവൺമെന്റ് കോളേജിൽ പുതിയതായി അനുവദിച്ച PG കോഴ്സിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കോളേജിൽ വെച്ചാണ് ഉദ്ഘാടനം നടക്കുക. ചുരുങ്ങിയ കാലയളവിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാലയമാണ് പെരിങ്ങോം ഗവൺമെന്റ് കോളേജ്. 2014 ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങിയ കോളേജ് താൽക്കാലിക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 2020 മെയ് മാസം മുതൽ പുതുതായി നിർമ്മിച്ച സ്വന്തം കെട്ടിടത്തിലാണ് ഇപ്പോൾ കോളേജ് പ്രവർത്തിച്ചു വരുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ തന്നെ നിരവധി റാങ്കുകൾ കൊണ്ട് ഉയർന്ന വിജയശതമാനം കൊണ്ടുവന്ന് സ്വന്തം ഇടം കണ്ടെത്താൻ കോളേജിന് ഹ്രസ്വകാലം കൊണ്ട് തന്നെ സാധിച്ചിരുന്നു. അക്കാദമിക മികവ് കൊണ്ട് തന്നെ കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ MA കോഴ്സ് അനുവദിച്ചിരിക്കുകയാണ്. BA ഇംഗ്ലീഷ് കോഴ്സിലൂടെ കോളേജ് കൈവരിച്ച മികവിനുള്ള അംഗീകാരമാണ് ഇപ്പോൾ അനുവദിച്ചു കിട്ടിയ MA ഇംഗ്ലീഷ് കോഴ്സ് എന്ന് തന്നെ പറയാം. കോഴ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വെള്ളിയാഴ്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിക്കും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പാൾ PP വിജയകുമാർ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ഏലിയാസ്, P രവീന്ദ്രൻ, PV തമ്പാൻ, V രമേശൻ, സിനി ജോസ്, വിഷ്ണുപ്രിയ, വിനോദ് കുമാർ തുടങ്ങിയവർ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് തേനീച്ച വളർത്തൽ പരിശീലന ക്യാമ്പിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഹോർട്ടികോർപ്പ്, നവചേതന ഗ്രന്ഥാലയം, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 3 ദിവസങ്ങളിലായാണ് പരിശീലന പരിപാടി നടക്കുന്നത്. ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ഇത്തരം പരിപാടികൾക്ക് സാധിക്കുമെന്നും ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PP ദിവ്യ പറഞ്ഞു. അതോടൊപ്പം തന്നെ പുറത്ത് ജോലി എടുക്കാൻ പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാകും. ഇപ്പൊ ശാരീരികമായി പരിമിതികളുള്ള ആളുകളുണ്ടാകും. അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഏറ്റവും നല്ല സംരംഭകത്വമാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ പ്രത്യേകിച്ചും ഒരു തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് തേനീച്ച വളർത്തലിലേക്ക് അവരെ കൊണ്ടുവരാം. ഒരു ഉറപ്പ് ഞാൻ തരാം, നിങ്ങൾ തേൻ ഉണ്ടാക്കിയാൽ ആ തേൻ വിൽക്കാൻ വേണ്ടി ഒരുപക്ഷെ തേൻ വീട്ടിൽ, അതായത് മാർക്കറ്റ് ലഭിക്കില്ല. കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. ബാലകൃഷ്ണൻ, D വിമല, A സുരേന്ദ്രൻ, ഷാജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ദേശീയ വിദ്യാഭ്യാസ നയം തള്ളിക്കളയുക എന്ന മുദ്രാവാക്യമുയർത്തി KSTA മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VP മോഹനൻ ഉദ്ഘാടനം ചെയ്തു.
KSTA മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലാത്രയിൽ സംഘടിപ്പിച്ച പ്രതിരോധ സംഗമം KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കപ്പുറത്തേക്ക് ബൂർഷ്വാ ജനാധിപത്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഭരണകൂട വ്യവസ്ഥയിൽ ഭരണകൂടം വിദ്യാഭ്യാസത്തിന് അതിൻ്റെതായ നിർവചനവും അതിൻ്റെതായ പ്രത്യയശാസ്ത്രവും കൊടുത്തിട്ടുണ്ട്. അത് നിലനിൽക്കുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക വ്യവസ്ഥ അപ്പടി നിലനിർത്തുന്നതിനു വേണ്ടി N. ജയശങ്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TV ഗണേശൻ, CV സുരേഷ് ബാബു, K. രമേശ് ബാബു, K. മനോജ് കുമാർ, K. അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് നിർമ്മിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യാം മേച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 81-82 കാലഘട്ടത്തിൽ രൂപീകരിക്കാൻ സാധിച്ചെങ്കിലും പ്രതികൂലമായിട്ടുണ്ടായിട്ടുള്ള പല സാഹചര്യത്താലും അതിൻ്റെ പ്രവർത്തനം നിലച്ചു പോയോ എന്ന് സംശയിച്ച ഒരു സന്ദർഭത്തിലാണ് നമ്മളിൽ നിന്നും വേർപെട്ടു പോയ ദാമോദര കുറുവാളുടെ നേതൃത്വത്തിൽ വീണ്ടും ഏകോപന സമിതിയുടെ യൂണിറ്റ് കമ്മിറ്റി മാതമംഗലത്ത് ശക്തമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് നിർമ്മിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടന ചടങ്ങിൽ KVVS മാതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് TP മഹമ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി രമേശ് ഹരിത, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, PV വിജയൻ, MP തിലകൻ, KU വിജയകുമാർ, K ബാബുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മികച്ച വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള അനുമോദനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ഫ്രണ്ട്സ് മ്യൂസിക് ക്ലബ് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം കാരുണ്യ സംഗീത യാത്ര നടത്തി. ഇരുവൃക്കകളും തകരാറിലായ ഉദിനൂർ തടിയൻകോവലിലെ ശ്രുതി കേവിക്ക് ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിനായാണ് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ ഇവർ സംഗീത പരിപാടി നടത്തിയത്. കാസർഗോഡ് ജില്ലയിലെ സംഗീത കലാകാരന്മാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് മ്യൂസിക് ക്ലബ് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇരുവൃക്കകളും തകരാറിലായ ഉദിനൂർ തടിയൻകോവലിലെ ശ്രുതി കേവിയുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായാണ് സ്നേഹസ്പർശം കാരുണ്യ സംഗീതയാത്ര നടത്തിയത്. 30 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി വേണ്ടിവരുന്ന സാഹചര്യത്തിൽ തങ്ങളാൽ കഴിയുന്ന സഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂട്ടായ്മ പയ്യന്നൂർ, ചെറുവത്തൂർ, പുതിയകോട്ട, കാഞ്ഞങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ സംഗീത പരിപാടി നടത്തിയത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സംഗീത പരിപാടിക്ക് ഫ്രണ്ട്സ് മ്യൂസിക് ക്ലബ് വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രധാന അഡ്മിന്മാരായ സന്തോഷ് അരയി, രവി പുതുക്കൈ, ഉമേശൻ കാഞ്ഞങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. കൂട്ടായ്മയിലെ മുൻനിര ഗായകന്മാരായ സുരേഷ് പള്ളിപ്പാറ, ഡെനീഷ് കുര്യൻ എന്നിവരും കൂട്ടായ്മയിലെ മറ്റു കലാകാരന്മാരും സംഗീത പരിപാടികൾ അവതരിപ്പിച്ചു. പാലത്തിന്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കാനൊരൊച്ച പോലെ. 1 വർഷം മുൻപ് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറുവത്തൂരിലെ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിലായിരുന്ന ദേവിക എന്ന വിദ്യാർത്ഥിനിക്ക് സംഗീതയാത്ര നടത്തി 1 ലക്ഷത്തോളം രൂപ സമാഹരിച്ച് നൽകിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പട്ടുവം ദീനസേവന സഭയുടെ കീഴിലുള്ള ബക്കളം ദയാനികേതനിലെ അന്തേവാസിയായ സെൽമ റോസിന് കൈത്താങ്ങായി കണ്ണപുരം റോട്ടറി രംഗത്ത്. സെൽമ റോസിനുള്ള വിവാഹ ധനസഹായം ദയാനികേതൻ കോൺവെന്റിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ഭാരവാഹികൾ കൈമാറി.
സെൽമ റോസിനുള്ള വിവാഹ ധനസഹായം ദയാനികേതൻ കോൺവെന്റിൽ നടന്ന ചടങ്ങിൽ റോട്ടേറിയൻ AV കമല കൈമാറി. റോട്ടറി പ്രസിഡന്റ് നികേഷ് കാക്കാമണി, ചാർട്ടർ പ്രസിഡന്റ് പ്രൊഫസർ VS അനിൽകുമാർ, സെക്രട്ടറി സുമേഷ് CK, MB വിജയൻ, PP സുരേന്ദ്രൻ, C അബ്ദുൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു. അന്തേവാസിയായ സെൽമ റോസ് എന്ന കുട്ടിയുടെ കല്യാണമായിരുന്നു ഇന്നലെ. ഇന്ന് ആ കുട്ടിക്ക് ഒരു ചെറിയ സഹായം, സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് കണ്ണവരം റോട്ടറിക്ക് വലിയ സന്തോഷമുണ്ട്. ദീനസേവന സഭയുടെ കീഴിലുള്ള ദയാനികേതൻ മരീൻ സെന്റർ ഹോമിലാണ് വളർന്നിരുന്നത്. കുട്ടിക്ക് മാതാപിതാക്കൾ ആരുമില്ല. ഞങ്ങളുടെ ദീനസേവന സഭയുടെ സംരക്ഷണമാണ് മകൾക്കുണ്ടായിരുന്നു വളർന്നിരുന്നത്. ഇന്നേ ദിവസം മകളുടെ വിവാഹം കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ഹോട്ടലുകൾ, ചിക്കൻ സ്റ്റാളുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. പരിശോധനയിൽ ന്യൂനതകൾ കണ്ട 15ഓളം കടകൾക്ക് ഫൈൻ ചുമത്തി. ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായാണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ ഹോട്ടലുകൾ, ചിക്കൻ സ്റ്റാളുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ആരോഗ്യവകുപ്പ് അധികൃതർ മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ന്യൂനതകൾ കണ്ട 15ഓളം കടകൾക്ക് ഫൈൻ ചുമത്തി. HI ശ്രീനിവാസൻ, JHIമാരായ ജയപ്രകാശ്, സുധാകരൻ, പ്രേംകുമാർ, രതീഷ്, സത്യൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാൻ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി വനിതാ ജനപ്രതിനിധികളെ അനുമോദിച്ചു. കേന്ദ്ര അസിസ്റ്റന്റ് സെക്രട്ടറി N സുകന്യ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ജനപ്രതിനിധികൾക്കു നൽകിയ അനുമോദന ചടങ്ങിൽ KV ലളിത അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ അനുമോദന പ്രസംഗം നടത്തി. ദിഷ്ണ പ്രസാദ്, KP ജ്യോതി, PP തമ്പായി, P ശ്യാമള, VK നിഷ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേന്ദ്ര സർക്കാരിന്റെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ യങ് സയന്റിസ്റ്റ് അവാർഡ് 2019 വെള്ളൂർ ഏച്ചിലാം വയലിലെ ഹൃഷികേശ് H-ന്. 2019 ജിയോളജിക്കൽ സയൻസിന് നൽകിയ സമഗ്ര സംഭാവനയും അപൂർവ ഭൗമമൂലകങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളുമാണ് അവാർഡിന് അർഹമാക്കിയത്. 2019 ജിയോളജിക്കൽ സയൻസിന് നൽകിയ സമഗ്ര സംഭാവനയും അപൂർവ ഭൗമമൂലകങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളുമാണ് ഹൃഷികേശ് H-നെ അവാർഡിന് അർഹനാക്കിയത്. ഹൃഷികേശ് നിലവിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഡിവിഷനിലെ ആസാമിൽ ജിയോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. ഹൃഷികേശിന്റെ അച്ഛൻ പരേതനായ AV ഹരി പൊതുവാൾ, അമ്മ ജയശ്രീ, സഹോദരൻ ജിഷ്ണു. ജനുവരി 15 വെള്ളിയാഴ്ച പയ്യന്നൂർ നാഷണൽ കോഓപ്പറേറ്റീവ് കോളേജിന് അവധിയായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാലസൗഹൃദ കേരളം പദ്ധതിയിലൂടെ കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും തടയുവാനും കുട്ടികളുടെ ചുറ്റുപാടുകൾ ബാലസൗഹൃദമാക്കി മാറ്റാനുമുള്ള പദ്ധതിയാണ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നടത്തുന്ന ബാലസൗഹൃദ കേരളം പദ്ധതി പ്രവർത്തന ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നടന്നു. ആദ്യഘട്ട കുത്തിവയ്പ്പിനുള്ള കോവിഡ് വാക്സിൻ ജില്ലയിലെത്തി. 32,150 ഡോസ് കോവിഡ് ഷീൽഡ് വാക്സിനാണ് ജില്ലാ മരുന്ന് സംഭരണ വിതരണ കേന്ദ്രത്തിൽ എത്തിച്ചത്. ജനുവരി 16 ആദ്യഘട്ട വാക്സിനേഷൻ ആരംഭിക്കും. റോഡ് പ്രവൃത്തിക്ക് ലോഡുമായി വരുമ്പോൾ പരിയാരം ശ്രീസ്തയിൽ പാർശ്വഭിത്തിയിടിഞ്ഞ് ടോറസ് ലോറി 15 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. പഴയങ്ങാടി പാലത്തിനു മുകളിലെ ഇരുമ്പ് കവചം വീണ്ടും പൊട്ടി. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. കൊടക്കാട്ടെ നാടൻ കലാഗ്രാമം എന്നത് സ്വപ്നം മാത്രം. സംസ്ഥാന സർക്കാരിന്റെ ഭരണകാലാവധി പൂർത്തിയാകാനിരിക്കെ കൊടക്കാട്ടെ നാടൻ കലാഗ്രാമം എന്ന പദ്ധതി എങ്ങുമെത്താതെ നിൽക്കുന്നു. ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ ഗാന്ധി മ്യൂസിയം
ജനുവരി 16 നാടിന് സമർപ്പിക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സ്വകാര്യ ഭൂമിയിലെ കണ്ടൽ വനങ്ങൾ വില കൊടുത്തു വാങ്ങാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. കണ്ണൂർ ജില്ലയിലെ കണ്ടൽ വനങ്ങൾ ഏറ്റെടുക്കുന്നത് 2ാം ഘട്ടത്തിൽ. വെള്ളോറ എടോളി സ്വദേശിയായ CK മുരളീധരൻ മരത്തിന്റെ വേരുകളിൽ തീർക്കുന്ന ശില്പങ്ങൾ ശ്രദ്ധേയമാകുന്നു. അനധികൃത മണ്ണെടുപ്പിനെ തുടർന്ന് വീട് അപകട ഭീഷണിയിൽ. ചെറുപുഴ പാക്കഞ്ഞിക്കാട്ടെ കുത്തൂർ പ്രസാദിന്റെ വീടാണ് മണ്ണെടുപ്പിനെ തുടർന്ന് തകർച്ചാ ഭീഷണി നേരിടുന്നത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.